Hi, Namaste, welcome back viewers, welcome back to WinTrader Trading System. ഞാൻ ഇന്ന് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ലൈവ് ചാർട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നിഫ്റ്റി ഫ്യൂച്ചറിലും ഓപ്ഷൻസിലും അതെങ്ങനെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം, എങ്ങനെ സിഗ്നൽസ് ജനറേറ്റ് ആവുന്നത്, എത്രമാത്രം റിവേഴ്സൽ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ളത് ലൈവ് മാർക്കറ്റിൽ ഞാൻ കാണിക്കുകയാണ്. ഇതിനകത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന, സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പം എൻ്റെ പേര് സീമ എന്നാണ്. ഞാൻ ഡെയിലി ലൈവ് വീഡിയോ പല ലാംഗ്വേജസിലും ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ലൈവ് ഇതേപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യുക, ഏത് കൺവീനിയൻറ്റ് ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് ഡെമോ അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ, ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്, 5 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇവിടെ സെറ്റ് ചെയ്യുക. ഇൻട്രാഡേയിൽ 5 മിനിറ്റ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് എപ്പോഴും 5 മിനിറ്റ്സ് വെച്ച് ചെയ്യുന്നതാണ് ബെറ്റർ. ഓപ്ഷനിൽ ഒരിക്കലും ക്യാരി ഫോർവേഡ് ചെയ്യാറില്ല ഓപ്ഷൻ ബൈങ് ചെയ്യുന്ന സമയത്ത്. ഇവിടെ ഇൻട്രാഡേ ആണ് ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ബെസ്റ്റ് സ്ട്രാറ്റജിയും. ഓക്കെ, ഇവിടെ നമ്മുടെ ചാർട്ടിലേക്ക് പോകാം. ഇനി ഇവിടെ ഡേ ബ്രേക്കർ ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ്, ഒരു ഡേ സ്റ്റാർട്ട് ആയത് ഇവിടെ നിന്നാണ്. ഇതിൽ കോർണറിൽ ലൈവ് റേറ്റ് കാണാൻ പറ്റും. ഇതിനകത്ത് മോർണിംഗിൽ ഇന്ന് രാവിലെ, അതായത് 9:20 നമുക്കൊരു ബൈ സിഗ്നൽ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഗ്രീൻ കളർ അപ്പാറുമാണ് ബൈ വന്നിരിക്കുന്നത്, റെഡ് കളർ ഡൗൺ ആറ് സെല്ലിംഗ്. ഇത് രണ്ട് വരുന്ന സമയത്ത് ഇതേപോലെ അലേർട്ട് വരും. പിന്നെ മുഴുവൻ ഡീറ്റെയിൽസും മുകളിലും താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പം നമുക്ക് ഡീറ്റെയിൽസ് സിഗ്നൽ, ലേറ്റസ്റ്റ് സിഗ്നലായിട്ട് വരുന്ന ഏത് സിഗ്നലാണെന്നുള്ളത് നേരെ നോക്കണമെന്നുണ്ടെങ്കിൽ നേരെ മുകളിലും താഴോട്ടും നോക്കിയാൽ മതി. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സിഗ്നൽ 9:20 17,518 നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 60-70 പോയിൻറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് ബൈ സോണിൽ തന്നെയാണ്. ട്രെൻഡ് ലൈൻ സ്വല്പം റെഡാന്നുള്ളതേ, പക്ഷേ മാർക്കറ്റ് ഇപ്പോഴും ബൈ സോണിലാണ്. അപ്പം നമുക്ക് ആക്ച്വലി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. സിഗ്നൽ എപ്പോഴും കൺഫർമേഷൻ നോക്കി എടുക്കുക. കൺഫർമേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും കൺഫർമേഷൻ കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ലെവലിൽ കുറച്ചുകൂടെ ബ്രേക്ക് ചെയ്യുന്ന പൊസിഷൻസിൽ, അതായത് റെഡ് കളർ സ്റ്റാർ ബ്രേക്ക് ചെയ്യുന്ന പൊസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറസി കിട്ടും. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇത് നമ്മുടെ ഈ ബൈ സിഗ്നലിൽ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച ഡിറ്റക്റ്റ് ആയതാണ്. തേഴ്സ്ഡേക്ക് സിഗ്നലായ ഈ കൺഫേം ആയ സിഗ്നലാണ്. കൺഫേം ആയ സിഗ്നലിൽ ഇത് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റ് ഈ ഭാഗത്ത് കൺഫേം ആയിട്ടുണ്ട്. നെക്സ്റ്റ് അത് നമുക്ക് അവിടെ പൊസിഷൻ എടുത്തിരുന്നെങ്കിൽ ആക്ച്വലി ഇത് റിവേഴ്സ് പോയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് പറയുന്നത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാമെന്ന്. ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല, ഇത് ഇത്രയും മുകളിൽ കയറിയിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എപ്പോഴും ഈ സൈഡ് വേസ്, കാരണം മോർണിംഗിൽ ഇത് മുകളിലേക്ക് പോയപ്പോഴും ഇവിടെയും സൈഡ് വേസ് ആണ് കാണിച്ചിരുന്നത്. അത് കൺഫേം ആയി കഴിഞ്ഞ സമയത്തും പിന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ സൈഡ് വേസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാൻ പറയുന്നത്, ബ്രേക്ക് ചെയ്യുന്ന ആ പൊസിഷനിൽ എടുക്കാൻ പറയുന്നത്. ഇവിടെ നിഫ്റ്റി ഒന്നാമത്തെ കാര്യം, മോർണിംഗിൽ ജസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെയാണ് വരുന്നതെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സമയം എടുക്കും. അതുകൊണ്ട് ബെറ്റർ ആയിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പൊസിഷനിൽ എടുക്കാം. നമുക്ക് ആക്ച്വലി ഇത് ബ്രേക്ക് ഔട്ട് ആയത് ഈ പൊസിഷൻ, ഇവിടെ ഈ ക്യാൻഡിൽ നമുക്ക് എടുക്കാമായിരുന്നു. ഇവിടുന്ന് 17,534 നിന്ന് നമുക്ക് ആക്ച്വലി 604 വരെ പോയിട്ടുണ്ട്. നല്ലൊരു ഒരു മിനിമം ഒരു 70-80 പോയിൻറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് 80 പോയിൻറ്റ്സിൻ്റെ അടുത്ത്. അതോടൊപ്പം അതിൽ ഓപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം മെയിനായിട്ട് കൺഫർമേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാൻഡിൽ കളർ നോക്കുക, ബാർ കളർ നോക്കുക, പ്രൈസ് ആൻഡ് ബൈസ് ഒന്ന് നോക്കുക. അങ്ങനെ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കാം. അപ്പോൾ അതോടൊപ്പം റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആകുന്ന പൊസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇത് കൺഫേം ആയത് ഈ ക്യാൻഡിൽ വന്ന സമയത്ത് കൺഫേം ആയി സെക്കൻഡ് ക്യാൻഡിൽ. പിന്നെ ഞാൻ ഇവിടെ എടുക്കാൻ പറഞ്ഞത് റെസിസ്റ്റൻസ് ബ്രേക്ക് ആവുന്ന പൊസിഷൻ ഈ പൊസിഷനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പൊസിഷനിൽ സ്റ്റാർട്ടിങ്ങിൽ എടുക്കാൻ പറ്റുന്നത്. അതായത് മുകളിലേക്ക് നമുക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റും ചേഞ്ച്. അപ്പോൾ ആ പൊസിഷൻ സ്റ്റാർട്ടിങ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആണ്. അപ്പം അതോടൊപ്പം നമുക്ക് ഓപ്ഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 3 കാറ്റഗറിയിൽ എടുക്കാം. ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി. അതിൽ നിങ്ങളുടെ മാർജിൻ പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം കൺഫേം ആയത് ഏത് പൊസിഷനാണ് അവിടുത്തെ ലൈവ് റേറ്റ്. അപ്പോൾ അതായത് 17,535 ആണെങ്കിൽ 500 അറ്റ് ദ മണി എടുക്കാം, അല്ലെങ്കിൽ 400 എടുക്കാം, പിന്നെ 200 എടുക്കാം. അങ്ങനെ പുറകോട്ട് എന്ത് വേണമെങ്കിലും കോൾ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് കോൾ ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. കോൾ ഓപ്ഷൻ കാരണം ബൈയിലേക്കാണ് പോകുന്നത്. അപ്പം അതിൽ എത്ര വേണം നമുക്ക്, ഇൻ ദ മണി നമുക്ക് എത്ര വേണമെങ്കിലും, അതായത് സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് 200 എടുക്കാം, 17 എടുക്കാം. അത് ഡീപ്പ് ഇൻ ദ മണിയിലേക്ക് പോകുന്നതും പ്രോഫിറ്റും കുറച്ചുകൂടെ കൂടി വരും. പക്ഷെ അത്രയും മാർജിനും കുറച്ചുകൂടെ നമുക്ക് ഹൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 400 എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ഇവിടെ 17,200 കാണിച്ചു തരാം. ഇത് നമുക്ക് ആദ്യം നമുക്ക് 17,400 നമുക്ക് നോക്കാം. ഇതിനകത്ത് കണ്ടോ കയറിയിട്ട് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആകുന്ന പൊസിഷൻ ഇതായിരുന്നു. നമ്മൾ ആക്ച്വലി 220 എടുത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ 260 വരെ പോയിട്ടുണ്ട്. ഇതിൽ 217 നമുക്ക് ആക്ച്വലി സിഗ്നൽ ഡിറ്റക്റ്റ് ആയത്. അതിൻ്റെ 3 ടാർഗറ്റ് 39, 56, 73. ഇത് 2 ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്.
ഇപ്പം 24 പോയിൻറ്റ്സ് ഇപ്പം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി ഇതിനകത്ത്. അപ്പം നമുക്ക് എടുക്കേണ്ടിരുന്ന പോർഷൻ ഇവിടുന്ന് എടുക്കാൻ 220 220 നമ്മൾ എടുത്തിരുന്നെങ്കിൽ 259.60 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 40 പോയിൻറ്റ്സിനടുത്ത് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് അറ്റ് ദ മണിയാണ് 17,400. അറ്റ് ദ മണി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു 100 പോയിൻറ്റ്സ് ഇൻ ദ മണിയും അതിനല്ലാത്ത രണ്ടും അല്ലാത്ത പൊസിഷനിൽ നിൽക്കുന്നതാണ്. അതല്ലാതെ തന്നെ 17,200. നെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്യും 200 ആണ്. 200ൻ്റെയും കയറിയിട്ടാണ് നല്ലപോലെ കയറിയിട്ട് ഓപ്പൺ ആയത് കണ്ടോ. ഇത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പൊസിഷൻ എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് 367. ഇതിനകത്ത് സിഗ്നൽ വന്നിരിക്കുന്നത് 55-നാണ്, 355-ന്. അതിന് 3 ടാർഗറ്റ് 91, 419, 417 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുള്ളൂ ഇതിനകത്ത്. കാരണം ഇത് ഇൻ്റെ മണിയാണ്. ഇതിന് സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ 355 ആണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് എടുക്കുന്ന ഈ പോർഷനിൽ നിന്ന് എടുക്കാം. ഇവിടുന്ന് 367 നിന്ന് എടുക്കാം. നമുക്ക് 416 വരെ പോയിട്ടുണ്ട്. ആക്ച്വലി ഒരു 80 പോയിൻറ്റ്സിനടുത്ത് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 80 പോയിൻറ്റ്സിനടുത്ത്. 17,000-ഉം അതോടൊപ്പം കാണിച്ചിടാം. 17,000-ഉം നല്ലപോലെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുള്ളൂ. ഇതിന് 522 അല്ലാണ് നമുക്ക് സിഗ്നൽ വന്നിരിക്കുന്നത്. 920 എല്ലാത്തിനും 920 വന്നിരിക്കുന്നത്. 3 ടാർഗറ്റിൽ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുള്ളൂ. പക്ഷേ നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എടുക്കാൻ പറ്റുന്നത് ഇവിടുന്ന് 528-ന് എടുക്കാമായിരുന്നു. 528 നമുക്ക് ആക്ച്വലി എടുത്തു കഴിഞ്ഞാൽ 595 വരെ പോയിട്ടുണ്ട്. അതും 80 അപ്രോക്സിമേറ്റ് 80 പോയിന്റിനടുത്ത് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് കയറുവാണ്. പക്ഷേ ശകലം ട്രെൻഡ് ലൈൻ ഒന്ന് ഡൗൺ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ബൈ സോൺ തന്നെയാണ്, ബൈ സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റി ഓപ്ഷൻസിൽ. അപ്പോൾ ഇതോടൊപ്പം ഓപ്ഷൻസിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഫ്രഷേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. ഒരു ലൈവ് നമുക്ക് എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അത് നമ്മൾ വീഡിയോ ഇടുന്നതിനേക്കാളും കൂടുതൽ ലൈവായിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ലൈവിൽ വേണ്ടി വിളിക്കുക, ലൈവ് ഡെമോൺസ്ട്രേഷന് വേണ്ടി വിളിക്കുക, കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വ്യൂവേഴ്സ്.